ഹലോ ഡിയർ കോഡ് ലേണേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഒരു പാറ്റേൺ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാന്നുള്ളത്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പാറ്റേൺസ് വരാം. നമുക്കൊരു സാമ്പിൾ പാറ്റേൺ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ നമ്പർ ഓഫ് റോസ്, അതായത് ഓരോ റോ പോകുന്നിടത്തോളം ഓരോ സ്റ്റാർ കൂടി കൂടി വരുന്ന രീതിയിലുള്ള പാറ്റേൺ. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഒരു പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഇതേ പാറ്റേൺ തന്നെ നേരെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ 4 റോസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് റോയിൽ 4 വരണം, ദെൻ സെക്കൻഡ് റോയിൽ 3, തേർഡ് റോയിൽ 2, ദെൻ ഫോർത്ത് റോയിൽ 1. അതായത് നേരെ തിരിച്ച് ഡിക്രീസിങ് ഓർഡറിൽ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ 2 പ്രോഗ്രാമാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെസ്റ്റഡ് ലൂപ്പിംഗ് കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ലൂപ്പിനുള്ളിൽ വീണ്ടും വേറൊരു രണ്ടാമതൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് വേണം ഈ പ്രോഗ്രാം ചെയ്യാൻ. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്പർ ഓഫ് റോസ് എത്ര എണ്ണം വേണം എന്നുള്ളത് ആദ്യം യൂസറോട് നിന്ന് റീഡ് ചെയ്യാം. സോ n ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് enter the number of rows required അല്ലേ, enter the number of rows. അത് യൂസറോട് നിന്ന് ഫസ്റ്റ് റീഡ് ചെയ്യാം. അത് റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ ഏതെങ്കിലും ഒരു ലൂപ്പ് യൂസ് ചെയ്യാം. ആ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് 2 ലൂപ്പ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ലൂപ്പ് ഔട്ടർ ലൂപ്പും ചെയ്യേണ്ടി വരും, അതിനുള്ളിൽ ഒരു ഇന്നർ ലൂപ്പും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം റോയിൽ തന്നെ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത റോയിൽ വന്നു കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ചുള്ള ഡിക്രീസിങ് ഓർഡറിലുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഫസ്റ്റ് റോയിൽ ഇത്രയും കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ അടുത്ത റോയിൽ വീണ്ടും ലൂപ്പിംഗ് ചെയ്യുന്നുണ്ട്, ദെൻ മൂന്നാമത്തെ റോയിൽ വീണ്ടും ലൂപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴോട്ട് പോകുന്നിടത്തോളം ഓരോ ലൂപ്പിംഗ് ആണ്, അതേപോലെ കോളം വൈസ് പോകുകയാണെങ്കിൽ വേറെ ലൂപ്പാണ്. അതായത് ഓരോ റോയിലും വീണ്ടും ലൂപ്പിംഗ് വേണം. അപ്പോൾ ഇവിടെ എന്തായാലും ഇന്നർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ് ലോജിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ്, നമുക്ക് നമ്പർ ഓഫ് റോസ് ഇവിടെ n ആണ് കൊടുത്തിട്ടുള്ളത്. സോ n+1 ടൈംസ് റേഞ്ച് ഫംഗ്ഷന് n+1 എന്ന് കൊടുക്കേണ്ടി വരും. സോ ഐ ഇൻ റേഞ്ച് ഓഫ് n+1. ഓക്കെ, അപ്പോൾ ഓരോ റോയിലും അപ്പോൾ ഐ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്പർ ഓഫ് റോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓരോ റോയിലും നമുക്ക് കോളംസ് പ്രിൻറ്റ് ചെയ്യണം, അതായത് കോളം സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യണം. സോ ഫോർ j ഇൻ റേഞ്ച് ഓഫ്, ഇവിടെ ഓരോ റോയിലും i ടൈംസ് ആണ് പ്രിൻറ്റ് ചെയ്യിക്കുന്നത് അല്ലേ. സോ ഫസ്റ്റ് റോയിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, അപ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത റോയിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും, അപ്പോൾ 1 ടൈം ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് റോയിൽ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ n+1 കൊടുക്കാൻ കാരണം. ഓക്കെ, സോ ഫോർ j ഇൻ റേഞ്ച് ഓഫ് i ടൈംസ്. സോ ഫസ്റ്റ് കേസിൽ ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും, അതിലൊന്നും ചെയ്യില്ല. ദെൻ 1 ആകുമ്പോൾ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കണം. സോ അതിനുള്ള പ്രിൻറ്റ് ഫംഗ്ഷൻ എഴുതാം. സോ പ്രിൻറ്റ്, നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് ഒരു സ്റ്റാർ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക. ദെൻ ആ സ്റ്റാർ കഴിഞ്ഞിട്ട് നമുക്കൊരു 2 സ്പേസ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. ദെൻ അടുത്ത സ്റ്റാർ വരുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൂന്നാമത്തെ റോയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തിട്ട് ദെൻ വീണ്ടും സെയിം ലൈനിൽ തന്നെ അടുത്ത സ്റ്റാർ പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സെയിം ലൈനിൽ തന്നെ ഔട്ട്പുട്ട് വരുത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡാണ് n ഈക്വൽ ടു ഇങ്ങനൊരു സ്പേസ് അല്ലെങ്കിൽ ഇങ്ങനൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ലൈൻ തന്നെ അടുത്ത സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് റോൻ്റെ കേസല്ല, സെക്കൻഡ് റോൻ്റെ കേസിലാണെങ്കിൽ സെയിം ലൈനിൽ തന്നെ രണ്ടാമത്തെ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ലോജിക്ക്. അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഫോർ ലൂപ്പ് ചെയ്യുക എന്താണ്, സ്റ്റാർ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് പോകും. ഇനി അടുത്ത റോയിലോട്ട് വരുമ്പോൾ, രണ്ടാമത്തെ റോയിലോട്ട് വരുമ്പോൾ നിങ്ങളൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെറുതെ കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ന്യൂ ലൈന്, അപ്പോൾ ഒരു റോ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈനിൽ വേണം അടുത്ത റോ പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഐൻ്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റോസ് ആണ്, ജെൻ്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. സോ ഫസ്റ്റ് കേസിൽ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിൽ ഒരു ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഐൻ്റെ വാല്യൂ 2 ആകും.
സോ 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. അതായത് I ടൈംസ് ആണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യിക്കുന്നത്. സോ 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. ദെൻ അഗെയിൻ അടുത്ത റോയിലോട്ട് പോകുമ്പോൾ ഒരു ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യും. ദെൻ ഐൻ്റെ വാല്യൂ 3 ആകും. സോ 3 ടൈംസ് ഈ ലൂപ്പ് വർക്ക് ചെയ്യും. സോ 3 സ്റ്റാർസ് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് റോസ് എത്രയാണോ അത്രയും ടൈംസ് ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഇത് സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ ടെസ്റ്റ് എന്നുള്ള ഫയലിൽ തന്നെ സേവ് ചെയ്യാം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ 5 റോസ് ആണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ ഇത് ഔട്ട്പുട്ട് 5 റോസ് ഇങ്ങനെ സ്റ്റാർ ആയിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര റോസ് കൊടുക്കുന്നോ അത്രയും റോസ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇതാണ് ഒരു പാറ്റേൺ. ഇനി ഇതേ പാറ്റേൺ തന്നെ നമുക്ക് നേരെ തിരിച്ചൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതായത് ഡിക്രീസിങ് ഓർഡറിലൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നിങ്ങൾ പ്രോഗ്രാമിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഇവിടെ നമ്പർ ഓഫ് റോസ് ഫസ്റ്റ് റീഡ് ചെയ്യണം. സോ ഫോർ I ഇൻ റേഞ്ച് ഓഫ് n ടൈംസ് പോയാൽ മതി. ഫോർ j ഇൻ റേഞ്ച് ഓഫ് ഓരോ റോയിലും എത്തുമ്പോഴും n-i ആണ് ചെയ്യുന്നത് അല്ലേ. n-i ആണ് ചെയ്യേണ്ടത്. കാരണം ഫസ്റ്റ് റോയില് ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമ്പർ ഓഫ് റോസ് 5 ആണെങ്കിൽ 5 - 0 എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കും ഫസ്റ്റ് റോയിൽ. ദെൻ അടുത്ത കേസിൽ അടുത്ത റോയിലോട്ട് വരുമ്പോൾ ഒരു ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്തു. ഐൻ്റെ വാല്യൂ 1 ആകും. സോ 5 - 1 ടൈംസ് 5 - 1 എന്ന് പറഞ്ഞാൽ 4 ടൈംസ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. ദെൻ അടുത്ത ലൂപ്പ് വരുമ്പോൾ 5 - 2 ദാറ്റ് ഈസ് 3 ടൈംസ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. ദെൻ അടുത്തത് 5 - 1 അങ്ങനെ ഡിക്രിമെൻറ്റ് ചെയ്ത് സ്റ്റാർ പ്രിൻ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. പ്രോഗ്രാം സേവ് ചെയ്തു. ഒന്ന് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. സോ നമ്പർ ഓഫ് റോസ് 5 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിക്രീസിങ് ഓർഡറിലാണ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസിൽ എന്താണ് നമ്പർ ഓഫ് റോസ് 5 ആണ് കൊടുത്തുള്ളത്. സോ 5 ടൈംസ് അതായത് n-i ഐൻ്റെ വാല്യൂ ഇനീഷ്യലി 0. സോ 5 ടൈംസ് സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. ദെൻ അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ടാകും. ദെൻ 5 - 1 ദാറ്റ് ഈസ് 4 ടൈംസ് സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. ദെൻ ഐൻ്റെ വാല്യൂ അഗെയിൻ ഇൻക്രിമെൻ്റ് ആകും. ദാറ്റ് ഈസ് 5 - 2 ദാറ്റ് ഈസ് 3 ടൈംസ് സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. ദെൻ 2 ടൈംസ് ദെൻ 1 ടൈം. അപ്പോൾ ഇതാണ് ഒരു ചെറിയ പ്രോഗ്രാം. ഇത് ഇന്നർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതേ ലോജിക്ക് തന്നെ നിങ്ങൾക്ക് ഇനി ഒരു വൈൽ ലൂപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അവിടെ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്